എക്സാമുമായി. +2 എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് വരുന്ന 3 ചാപ്റ്റേഴ്സിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നതുമായിട്ടുള്ള ചാപ്റ്ററാണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ. കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ഭാഗമാണ് ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചിട്ടുള്ളത്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡിഫറൻസ് കർവ്, ആ പേര് നോക്കിയേ, അതിലെന്താണ്, ഒരു കർവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ? ഗ്രാഫ് ആകുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കും. അങ്ങനെയെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ത് റിലേഷനാണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് yield സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. എന്താണ് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അത് ഇതിലുള്ള ഏത് കോമ്പിനേഷൻ എടുത്താലും ആ ഒരു കൺസ്യൂമറിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നൽകുക എന്നാണ് ഈ ഒരു കർവ് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് കോമ്പിനേഷൻ, 2 ഗുഡ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ഡൗൺവാർഡ് സ്ലോപ്പിംഗ് കർവായിട്ട് വരയ്ക്കുക. അതിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും, ആ കർവിൽ വരുന്ന ഏത് പോയിൻ്റ് എടുത്താലും ഒരു കൺസ്യൂമറിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ലഭിക്കുക എന്നാണ് ഈ ഒരു കർവ് പറയുന്നത്. എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ഓർ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫീച്ചർ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. ഐ സി എന്നും കൂടി ഇൻഡിഫറൻസ് കർവിനെ പറയുന്നുണ്ട്. അപ്പം ICs ഹാവ് നെഗറ്റീവ് സ്ലോപ്പ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡു നോട്ട് ഇൻറ്റർസെക്റ്റ് ഈച്ച് അതർ. 2 IC കർവൊന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം കൂട്ടിമുട്ടുകയില്ല. മൂന്നാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ഈ PPCയെ പോലെ X ആക്സിസും Y ആക്സിസും ഒന്നും ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ടച്ച് X ആൻഡ് Y ആക്സിസ്. പിന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇൻഡിഫറൻസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.